നമുക്കൊരു വ്യക്തിയോട് സ്നേഹവും തോന്നാം, അതേസമയം നമുക്ക് ചില വ്യക്തിയോടൊരു ഒബ്സഷൻ തോന്നാം. ഈ രണ്ടിൻ്റെയും വ്യത്യാസം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയോട് ഒബ്സസ്ഡ് ആവുമെന്ന് വെച്ചാൽ ഒരു വല്ലാത്തൊരു ക്രേസ് ആ വ്യക്തിയോട് തോന്നുകയാണ്. ആ റിലേഷൻഷിപ്പിൽ നമ്മൾ ശരിക്കും ആ വ്യക്തിയെ നമ്മളിങ്ങനെ കയറി പിടിച്ചിരിക്കുകയാണ്. അവരില്ലാതെ നമ്മുടെ ലൈഫ് മുമ്പോട്ട് നീങ്ങില്ല. അതല്ലെങ്കിൽ അവരുടെ പ്രസൻസ് നമുക്ക് വല്ലാതെ എല്ലാത്തിലും ആവശ്യമുണ്ട്. നമ്മളവരെ എപ്പോഴും മിസ്സ് ചെയ്യുന്നു. അവരെ നമ്മൾ എവിടെയും വിടില്ല. അവരോട് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ പൊസസീവ് ആകുന്നു. കുറേ അവർ മാറിക്കഴിഞ്ഞാൽ നമ്മളങ്ങ് വല്ലാതെ അൺസ്റ്റേബിൾ ആകുന്നു. അതുമല്ലെങ്കിൽ നമ്മുടെ മൂഡ് അവരുടെ ബിഹേവിയർ അനുസരിച്ചായിരിക്കും ഇരിക്കുക. അപ്പോൾ ഇതിനെയൊക്കെ നമ്മളൊരു കൈൻഡ് ഓഫ് ഒബ്സഷൻ എന്നാണ് പറയുക. ഒരു വ്യക്തിയോട് നമുക്ക് ലവ് തോന്നുകയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ആ ഒരു ലവ്, ഒരു റിലേഷൻഷിപ്പിൽ, ഒരു ഐഡിയൽ റിലേഷൻഷിപ്പിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഫാക്റ്റ് അവർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം, ഒരു സ്പേസ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അവരോട് നമ്മൾ സ്നേഹം കാണിക്കുന്നുണ്ട്, അവരുടെ സ്നേഹം നമുക്ക് കിട്ടുന്നുമുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ആ രണ്ടു പേർക്കും അവരുടെ വ്യക്തിപരമായ, അവരുടെ പേഴ്സണൽ ഗ്രോത്തിൽ ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുക. അതിനാണ് ഒരു റിലേഷൻഷിപ്പ്, ഒരു ഐഡിയൽ ലവ് റിലേഷൻഷിപ്പ് എന്ന് പറയാം. അവിടെ ജലസിക്കൊരു സ്ഥാനമില്ല, ഒരു അൺഹെൽത്തി പൊസസീവ്നെസ്സിനൊരു സ്ഥാനമില്ല. മ്യൂച്വലായിട്ട് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ഉണ്ട്. രണ്ടുപേരുടെയും ഫീലിങ്സിനെ അവിടെ വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടുപേർക്കും ഒരു കംഫർട്ട് സോൺ, ഒരു കംഫർട്ട് ഫേസ് തോന്നുകയാണ്. അറ്റ് ദ സെയിം ടൈം ആ റിലേഷൻഷിപ്പ് നിൽക്കുമ്പോൾ രണ്ടുപേർക്കും വളർച്ചയിലേക്ക് പോകാൻ സാധിക്കുന്നു, അവരുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നു. അറ്റ് ദ സെയിം ടൈം എൻ്റെ ആവശ്യങ്ങളൊക്കെ ഉള്ളപ്പോഴും എൻ്റെ പാർട്ട്ണർ എൻ്റെ കൂടെ ഉണ്ട്, അയാളുടെ പ്രസൻസ് എന്നെ വല്ലാതെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊരു ഫീലിലേക്ക് വരുമ്പോൾ അതിനെയാണ് നമ്മൾ ലവ് എന്ന് പറയാം.